കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ആൻറ്റീൻ്റെ വീടാണ്. നമ്മൾ മുമ്പ് കല്യാണ വീഡിയോസൊക്കെ ചെയ്തത് ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് കഞ്ഞി കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ കഞ്ഞിയില്ലെന്നൊന്നും ആരും ചോദിക്കരുത്. ഇതൊരു നേർച്ചയാണ് കേട്ടോ. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഈ പള്ളീൻ്റെ അടുത്ത് കഞ്ഞി വയ്ക്കാൻ വന്നിട്ടുള്ളതാണ്. ഈ കാണുന്നത് എൻ്റെ കസിനാണ്. അവളെ ഹസ്ബൻഡിൻ്റെ ഫാമിലീൻ്റെ കൂടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് കഞ്ഞി വയ്ക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ വന്ന പല ആൾക്കാരാണ് കേട്ടോ. എല്ലാവർക്കും തമ്മിലൊക്കെ അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ അവർ നമ്മളെ വിളിച്ച് കഞ്ഞി തരും. അപ്പോൾ ഞങ്ങൾക്കൊരു പ്ലേറ്റ് കഞ്ഞി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും സ്ത്രീകൾക്ക് ദുആ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി പള്ളി വക തന്നെ പാത്രമാണ്. അതാണ് കഞ്ഞി വെച്ച് കഴിഞ്ഞിടം തന്നെ അവർ പാത്രമൊക്കെ കഴുകി വയ്ക്കും. അപ്പോൾ നല്ല പാൽക്കഞ്ഞിയാണ് കേട്ടോ. പാൽക്കഞ്ഞിയും ചൂര മീനുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അത് ആ പള്ളീൻ്റെ അടുത്തൊരു കുളമുണ്ട്, അവിടെയൊക്കെ പോയി നോക്കി. പള്ളീൻ്റെ ബാക്ക് സൈഡിൽ ബീച്ചാണ്. ആ ബീച്ചിൽ കൂടെ വന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വഴിയാണ് കാണുന്നത്. അവിടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഗേൾസ് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ റിസോർട്ടോ എന്തോ ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് കാണുന്നുണ്ടോ നമുക്ക്? ഒരു ഹൗസോ എന്താ പറയുക അതിനെ, കറക്റ്റ് അറിയില്ല. ടെൻ്റ് ഹൗസോ എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അവർ. ഇനാഗുറേഷനോ ഓപ്പണിങ്ങോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, വൈറ്റ് തീമിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു സീസണിലല്ലേ നമ്മുടെ ഈ മഴക്കാലം കഴിയാറാകുന്ന ആ ഒരു സീസൺ ആകുമ്പോൾ കുറുമട്ട എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒരു ചെറിയ ചെറിയ കായകളാട്ടോ. എനിക്ക് തോന്നുന്നു ഗോൾഡൻ ബെറീസ് എന്നൊക്കെ പറയുമായിരിക്കും. അതിൻ്റെ ഒരു ടൈപ്പാണേ. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ മുള്ളാണ്. മുൾച്ചെടികളുടെ ഇടയിൽ കാണുന്നത് ഈ പച്ച കളറിൽ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ ഗോൾഡൻ ബെറീസ്. അപ്പോൾ നമ്മൾ ഈ വിലയുള്ള ടൈപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് ഇവിടുത്തെ നാടൻ ടൈപ്പാണ് കേട്ടോ. ഞങ്ങൾ അതൊക്കെ പറിച്ചിട്ട് നേരെ വീട്ടിലെത്തി. കസിൻ തിരിച്ച് അവൻ തിരൂർ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് അവന് കൊടുത്തയക്കാനുള്ള ഹൽവ തയ്യാറാക്കാനുള്ള തേങ്ങാപ്പീര ആണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇളം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസിൻ എനിക്ക് ലഡുവൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശർക്കരയാണ് കേട്ടോ ഈ കുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ തേങ്ങാവെള്ളമില്ലേ അതിൽ ശർക്കര അലിയിച്ചിട്ട് അത് കുറച്ച് കുറുകി വന്നിങ്ങനെ നൂല് പോലെ ഇങ്ങനെ നമ്മൾ അതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നൂല് പോലെ വരും. ആ സമയത്താണ് നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഇളം തേങ്ങയാകുമ്പോൾ അതിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടച്ചുടച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈ കാണുന്നത് കഞ്ഞിവെള്ളമല്ല കേട്ടോ, ഇതാണ് ലക്ഷദ്വീപിൽ ഫ്രഷ് മീര. ഇവിടെ മീര എന്നാണ് പറയുക. തെങ്ങിൻ കള്ളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചതാ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ ഉരുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.